Now I would like to respectfully ask our chairman, Mr. K.M. Musa, to kindly present a token of appreciation to our distinguished special guest, Mr. P.M.A. Ghafoor, as a gesture of heartfelt gratitude. Thank you, sir. It is with great excitement that we welcome a truly inspiring individual today, our esteemed special guest, Mr. P.M.A. Ghafoor, a renowned motivational speaker and storyteller whose passion for empowering others has touched countless lives. He is someone whose words have the power to touch hearts, spark change, and inspire action. Let us welcome him with a warm round of applause as we look forward to an unforgettable and empowering session with Mr. P.M.A. Ghafoor. Three small things only. Okay? First of all, കഴിഞ്ഞ ദിവസം ഒരു മൂവി കണ്ടു. മൂവിയുടെ നെയിം ഇൻ്റർസ്റ്റെല്ലാർ എന്നാണ്. ഇൻ്റർസ്റ്റെല്ലാർ അതൊരു അച്ഛൻ്റെയും മോളുടെയും സ്റ്റോറിയാണ്. അച്ഛൻ സ്പേസിലേക്ക് പോവാം. സ്പേസിലേക്ക് പോകുമ്പോഴും അവിടെ എത്തുമ്പോഴും എത്രയോ വർഷങ്ങൾ അവിടെ ജീവിക്കുമ്പോഴും ആ അച്ഛൻ്റെ മനസ്സിൽ നിറയെ മോളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ മോളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ്. അങ്ങനെ അവസാനം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം അച്ഛന് പ്രായമാവില്ല, കാരണം സ്പേസിലാണ്. ക്വാണ്ടം ഫിസിക്സാണ് ഈ സിനിമയുടെ ഒരു കോർ. അച്ഛന് പ്രായമാകുന്നില്ല, പക്ഷേ മോള് പ്രായമേറെയായി ഒരു വൃദ്ധയായി മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അച്ഛൻ തിരിച്ചു വരുന്നു. ആ മോളെ കാണാനാണ് തിരിച്ചു വരുന്നത്. അച്ഛനെ സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ഗ്രാവിറ്റിയല്ല, സ്നേഹമാണ്. ഗ്രാവിറ്റിയല്ല, സ്നേഹമാണ്. ആ മോള് അച്ഛനോട് അവസാനം പറയുന്നുണ്ട്, സ്നേഹത്തിന് സ്പേസിനെയും ടൈമിനെയും ഒക്കെ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് സ്നേഹത്തിന്. അപ്പോൾ ഈശ്വരൻ നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളത് നമ്മുടെ എക്സിസ്റ്റിങ്ങിന് ഒരു മീനിങ് ആയിട്ടാണ്. നമ്മുടെ എക്സിസ്റ്റിങ്ങിന് ഒരു മീനിങ് ആണ്. നമ്മുടെ എക്സിസ്റ്റിങ്ങിന് മീനിങ് ഫുൾ ആക്കാനാണ് ഈശ്വരൻ നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ളത്. Good evening, everybody. He has given me a great task because I don't know how much I can express you, because his sound itself is connecting to you all in his own language. If I am translating, I don't know how much it will be clear to you, but I will try. Recently, he had seen a movie. The name I am not clear about it. Interstellar. He watched a movie, Interstellar. In that, the story is talking about father and daughter. And the father has traveled to the space, and he is not coming back for so long. But due to the gravity and things, the father was not getting aged, but the child got aged. After some time, so after long time, the father is planning to come back only because the daughter is waiting. Yes. Powerful things. Not gravity, it is love. It's love. The father is coming back only because of love. ഓക്കെ, സെക്കൻഡ് തിങ്, നമ്മുടെ കയ്യിലേക്ക് ഒരാളൊരു വിത്ത് തരുമ്പോൾ, ഒരു സീഡ് തരുമ്പോൾ, നമ്മളതിനെ പ്ലാന്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവണം. ഈശ്വരൻ നമ്മുടെ കയ്യിലേക്ക് തരുന്ന സീഡാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ എക്കോസിസ്റ്റമാണ്
നമ്മൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന പീസ്. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വലിയ ഒരു ആക്ടറാണ് വിൽ സ്മിത്ത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്ക് ഇങ്ങനെയാണ്: ഹാപ്പിനെസ് ഈസ് പീസ്, നോട്ട് പ്ലഷർ. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്, സമ്മാനം എന്ന് പറയുന്നത് സമാധാനത്തോടെ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. പീസ്. ഒരു മരം ഏറ്റവും നന്നായി നമ്മൾ കെയർ ചെയ്യാറുള്ളത് അത് ചെടിയാകുമ്പോഴാണ്. ചെടിയാകുന്ന സമയത്ത് നന്നായി കെയർ ചെയ്താൽ, വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ കൊടുത്താൽ അത് മരമായി തീരുമ്പോൾ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത് ഭംഗിയായി വളരും. പക്ഷേ അതിനേറ്റവും നല്ല അറ്റൻഷനും കെയറും നമ്മൾ കൊടുക്കേണ്ടത് അത് ചെടിയാകുമ്പോഴാണ്. He was talking about the taking care of the kids. When we are planting seeds, we are not planting trees, we are planting seeds. We will be giving the proper ecosystem to make it grow. We will be watering, we will be taking care of the sunlight, how much it is receiving, everything. So in the same way, when we are taking care of our children, as a parent, we have to take care of our children in such a manner. To grow in a proper way, we have to provide such an ecosystem for our kids as well. ഓക്കെ. മൂന്നാമത്തെ കാര്യം, പിന്നെ ശ്രീ രവിശങ്കർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓരോ കുട്ടിയും ഓരോ ഗിഫ്റ്റ് ബോക്സാണ്. ഓരോ ഗിഫ്റ്റ് ബോക്സിനകത്തുമുള്ളത് ഓരോ ഗിഫ്റ്റാണ്. ചില ഗിഫ്റ്റ് ബോക്സിനകത്തുള്ളത് പൂക്കളായിരിക്കും, ചിലത് സ്വർണ്ണമായിരിക്കും, ചിലത് സിൽവർ ആയിരിക്കും, വേറെ ചിലതാണെങ്കിൽ അതിലേറെ വാല്യുബിളായ പ്രഷ്യസായ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അവസാനം അദ്ദേഹം പറയുന്നത്, ഒരു ബോക്സിലും കാലിയായിട്ട് ബ്ലാങ്കായിട്ടുള്ള ഒരു ബോക്സും ദൈവം ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് ദൈവം 3 കുട്ടികളെ തരുന്നുണ്ടെങ്കിൽ 3 ഗിഫ്റ്റ് ബോക്സാണ് തരുന്നത്. ഓരോ ബോക്സിനകത്തുള്ളത് ഓരോ തരത്തിലുള്ള അത്ഭുതങ്ങളാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് ഒരു വരയും മുകളിലൊരു കുത്തുക, മുകളിലൊരു ഡോട്ട് കൊടുക്കും. ഒരു വര, മുകളിലൊരു ഡോട്ട്. അതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതമില്ല. പക്ഷെ അതൊന്നിങ്ങനെ തിരിച്ചിടുമ്പോൾ ഒരു വരയും താഴെ ഒരു ഡോട്ടും ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്ക്ലമേഷൻ എന്നാണ്. ഓരോ കുഞ്ഞും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന ഒരു എക്സ്ക്ലമേഷനോട് കൂടിയാണ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളത്. ഗിഫ്റ്റ് ബോക്സാണ്, പക്ഷെ ഒരു ഗിഫ്റ്റ് ബോക്സിനകത്തും ശൂന്യമല്ല, എന്തോ ഒന്നുണ്ട്. അത് നമ്മുടെ കെയറിങ് കൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് കണ്ടെത്താൻ കഴിയുന്നത്. ഓക്കെ. Every child is like a gift box. In every gift box, we are expecting some kind of gifts. Some gift boxes, when we are opening, may be gold, some others may be flowers, some others may be silver. That means no gift box is empty. Like that, every child have some strength inside. So we have to identify it and nurture it. And he spoke about a small letter I as well. When we are writing a small letter I, we are putting a small standing line and a dot over it. When we are reversing that one, this standing line and the dot will come down. When it is coming down, the meaning has completely changed. Instead of I, it became an exclamation mark. Exclamation means something exciting. So every child is like that. Every individual I, it include? Yeah, every individual which include an exclamation. Everybody have something inside, something motivating everybody. Thank you. ഓക്കെ. ഒരു സ്റ്റോറി പറയാം, ഒരു കഥ പറയാം.
ഒരമ്മ യാചന ഭിക്ഷക്കാരിയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ചെറിയ കുഞ്ഞിനെ തോളിൽ വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോവുക. അപ്പോൾ അമ്മയുടെ ഫ്രണ്ടിലൊരു ഗുഹ കാണുന്നു. ഗുഹയുടെ ഫ്രണ്ടിലൊരു സെക്യൂരിറ്റി ഉണ്ട്. അയാൾ അമ്മയോട് പറഞ്ഞു, ഈ ഗുഹയുടെ അകത്ത് നിറയെ സ്വർണ്ണമാണ്, സ്വർണവും വജ്രവും വലിയ പണവും ഒക്കെയാണ്. ഇതിനകത്തേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷേ 2 മിനിറ്റ് മാത്രം. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടുകൂടി ഗുഹ ക്ലോസ് ആവും. പിന്നെ ഒരിക്കലും ഗുഹ തുറക്കില്ല. ആ ബെല്ലടിക്കുന്നതോടെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അമ്മ വലിയ സന്തോഷത്തോടെ ഗുഹയുടെ അകത്തേക്ക് കയറി ആ സ്വർണം മുഴുവനും വാരി കൂട്ടി. കിട്ടാവുന്ന അത്രയും സ്വർണം വാരി. ബെല്ല് വന്നു, അമ്മ പുറത്തേക്ക് ചാടി. ഭയങ്കര ഹാപ്പിനെസ്. നിറയെ പണമുണ്ട്, സ്വർണ്ണമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ചെറിയ കാര്യം അവിടെ സംഭവിച്ചു. അമ്മയുടെ അടുത്തുണ്ടായിരുന്ന കുഞ്ഞില്ലേ, ആ കുഞ്ഞ് ഗുഹയുടെ അകത്തായിപ്പോയി. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാനാകാത്ത വിധം ആ കുഞ്ഞ് ഗുഹയുടെ അകത്തായിപ്പോയി. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പ്രയോറിറ്റി. നമ്മൾ ചിലതിന് വേണ്ടി ഇങ്ങനെ കിടന്ന് അധ്വാനിക്കുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചിലത് മറന്നു വെച്ചാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടേക്കാവുന്ന കാര്യമാണ് നമ്മുടെ കുട്ടികളുടെ കുട്ടിക്കാലം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരേ ഒരു കുട്ടിക്കാലമേ ഉള്ളൂ, ഒരൊറ്റ കുട്ടിക്കാലമേ ഉള്ളൂ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം നമ്മുടെ പ്രയോറിറ്റിയാണ്. പ്രയോറിറ്റി, നമ്മുടെ ക്വാളിറ്റി ടൈം, നമ്മുടെ പ്രയോറിറ്റി, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. He was talking about his story about a child and a mother. They both were going somewhere and they reached near a cave, and somebody has told the mother that inside the cave there are a lot of treasures including gold and diamonds. When this mother heard about it, she thought of going inside, but the condition was only 2 minutes was allowed for the mother. The mother took the child along with her and mother went inside. As much as she can collect from the cave, she has collected. And when she came out, when the bell rang, she came out. But the precious one she left there, her child. Later only she identified that the precious gift she left inside. So whatever treasures she got, everything got waste because the most precious thing she left inside. So what sir was talking, whatever time we are spending in our life, the time we are spending with our children will be the most precious. So we have to utilize this time effectively and efficiently with our own kids. താങ്ക് യു. ലാസ്റ്റ് തിങ്, നമ്മൾ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒരു കുട്ടിയുടെ ഉള്ളിൽ ഈ ആർട്ട് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഉള്ളിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എഴുതുന്നതിന് മുമ്പ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്, ഇരിക്കുന്നതിന് മുമ്പ് ഡാൻസ് ചെയ്യുന്നത്, പറയുന്നതിന് മുമ്പ് പാട്ട് പാടുന്നത്. ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ ആർട്ട് അത്ര ഇൻബിൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ആ ആർട്ടിന് വേണ്ടി ലെറ്റ്സ് വെയിറ്റ്. The kids are waiting at the back side of the stage, so he is not in a position to extend his speech, and you are winding up. Yeah, winding and up. he is winding up his speech. Thank you so much, sir. Thank you.